എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് തലവേദനയാണ്. തലവേദന എന്ന് പറഞ്ഞാൽ ഈ ഒരു തലവേദനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സെർവോജനിക് ഹെഡേക്ക് എന്ന് പറയും. അതായത് നമ്മളുടെ പോസ്റ്റുറൽ ഇഷ്യൂ, അതായത് നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ കൊണ്ടും IT ഫീൽഡ് മേഖലയിലുള്ളവരും ബാങ്ക് എംപ്ലോയീസും കൂടുതൽ നേരം 8-9 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അത് കൂടാതെ ഇപ്പോൾ കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ മൊബൈൽ യൂസേജ് ആണല്ലോ. ഈ മൊബൈൽ യൂസേജ് നമ്മൾ എങ്ങനെയാണ് മൊബൈൽ പൊസിഷൻ ചെയ്യുന്നതെന്നനുസരിച്ചിട്ടുള്ള കഴുത്തിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള വേദനകളും വരാറുണ്ട്. ഈ വേദന മൂലം അവർക്ക് ഹെഡേക്കിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് സെർവോജനിക് ഹെഡേക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ പ്രധാനമായിട്ട് നിർദ്ദേശിക്കുന്ന 2 ടെസ്റ്റുകൾ, അതായത് ഒന്ന് വൈറ്റമിൻ ഡി, പിന്നൊന്ന് വൈറ്റമിൻ B12. ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നല്ലപോലെ അഫക്റ്റ് ചെയ്യാറുണ്ട്. വൈറ്റമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ ജോയിൻസിനും മസിൽസിനുമുള്ള ഒരു ദൃഢതയും ഒക്കെ ഉറപ്പുവരുത്തുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ്. വൈറ്റമിൻ B12 ആവട്ടെ നമ്മുടെ നെർവിൻ്റെ, അതായത് നമുക്ക് വൈറ്റമിൻ B12 ഒരു ഉടുപ്പ് പോലെയാണ്, ഞരമ്പിൻ്റെ ഒരു ഉടുപ്പ് പോലെയാണ്. അപ്പോൾ അതുപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഹെൽത്തിനെ നിർണ്ണയിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ B12. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് ഒഴുക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഇതിനെ നല്ലപോലെ കൂട്ടി വയ്ക്കാനായിട്ട് നിങ്ങൾ മറക്കാതിരിക്കുക. അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം, അത് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡ്സ് നിങ്ങൾക്ക് കഴിക്കാം. അതായത് മുട്ട, അതുപോലെ തന്നെ മഷ്റൂം, ചെറുപയർ, അതുപോലെ തന്നെ മീറ്റിലും മാംസത്തിലും ഒക്കെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാം. പക്ഷേ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അതൊന്നുമല്ല. ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. അതായത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ കഴുത്തെന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊരു ഡിപ്രഷൻ ആണ് അവിടെ ഉള്ളത്. അതിനുശേഷം നമ്മളുടെ പുറം വരുന്നു, അതിനുശേഷം നമ്മുടെ നടു വരുന്നു. അപ്പോൾ നമ്മളുടെ ഒരു വേവി പാറ്റേണിലാണ് നമ്മുടെ ബോഡി സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് ഇങ്ങനെ മുമ്പോട്ടിങ്ങനെ ഇങ്ങനെ കുറച്ചും കൂടെ ഊന്നിപ്പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൊസിഷനിൽ നിന്ന് കുറേ അകലത്തിലായിരിക്കും മുമ്പോട്ട്. ഇത് നമ്മുടെ C2, C3, C4 ഈ ഒരു വെർട്ടിബ്രയെ കംപ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിനെ കൂടുതൽ വീക്കാക്കാനും ഈ ഒരു പൊസിഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ മുമ്പോട്ട് സ്ക്രീനിൻ്റെ മുമ്പോട്ട് നമ്മളിങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മളുടെ കഴുത്തിനെ തിരിച്ച് ഇങ്ങോട്ട് പൂർവ്വ അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ, അതായത് നമ്മുടെ നോർമൽ കർവേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളുടെ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബാക്ക് പെയിൻ്റെ ഇതിനകത്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന 2 ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സർവൈക്കൽ ഏരിയയും ഒന്ന് ലോവർ ബാക്ക് ഏരിയയുമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ 2 ഭാഗങ്ങളിൽ മാത്രമാണ് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഏരിയ. നമ്മുടെ ഈ ബാക്കിനെ, അപ്പർ ബാക്കിനെ നമ്മുടെ ചെസ്റ്റ് റിബ്സ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ഏറ്റവും താഴെ, അതായത് നമ്മളുടെ അരയുടെ ഭാഗത്ത് നമ്മളുടെ ഹിപ്പിൻ്റെ ബോൺ ഉള്ളതുകൊണ്ടും ആ 2 ഭാഗങ്ങൾ കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് നടക്കാനുള്ള പ്രോൺ ടു ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ സർവൈക്കൽ ഏരിയയും അതുപോലെ തന്നെ ഈ L2, L3, L4, L5 ഈ ഏരിയസിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്ചർ കറക്ഷനാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റും ബാലൻസ്ഡ് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്, ഇതിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിങ്ങളുടെ എല്ലാ 1 അവറിലും, നിങ്ങൾ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ 1 അവറിലും നിങ്ങളിത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നെക്ക് സ്ട്രെങ്തനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇടത് ഭാഗത്തിന് വലത് കൈ കൊണ്ട് ഇങ്ങനെ റെസിസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇടത് കൈ നമ്മുടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് മസിൽസ് നന്നായിട്ട് ദൃഢപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കും നമ്മൾ റെസിസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർലേസ് ചെയ്യുക. അതിനുശേഷം ഇതുപോലത്തെ സ്ട്രെച്ചസ് എല്ലാ 1 അവറിലും നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൂടാതെ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ, നിങ്ങൾ എത്ര മണിക്കൂറുകൾ ആ കസേരയിൽ ഇരിക്കുന്നുള്ള പൊസിഷൻ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അതായത് പില്ലോസ് വെക്കേണ്ടടുത്ത് പില്ലോസ് വെക്കുക. അധികം മുമ്പോട്ട് പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു പില്ലോയോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. അപ്പോൾ അധികം നിങ്ങൾ പോവാതെ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ 1 അവറിലും നിങ്ങൾ നന്നായിട്ട് നടക്കുക, ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങൾ ഹൈഡ്രേറ്റ് യുവർ സ്പൈൻ എന്ന് പറയും. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് സ്പോഞ്ച് പോലത്തെ ഒരു കുഷനുണ്ട്. ഈ കുഷൻസിനെ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് വെള്ളം കുടിച്ചാൽ ഒരു പരിധി വരെ നമുക്കത് അതിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ നമുക്ക് തടയാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക. അതേപോലെ തന്നെ വൈറ്റമിൻ B12 ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും അതുകൂടാതെ ഇവിടെ ഒരു കംപ്രഷനും C2 C3 C4 കംപ്രഷൻ ഉണ്ടെങ്കിൽ ആ ഞരമ്പിൻ്റെ ഇത് നിങ്ങളുടെ തലയിലേക്ക് ആ ഞരമ്പിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരികയും അവിടെ നിങ്ങൾക്ക് ഹെഡേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഗുളികകൾ കഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മാറ്റിയതുകൊണ്ടോ കാര്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾ റെസിസ്റ്റൻ്റ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസായി ഇനിയും കാണാം.